ആദ്യമായിട്ടാ കാണുന്നത്. എന്നെ കുറിച്ച് എന്തെങ്കിലും വേണേ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം സ്പോൺസർ ചെയ്ത ഈ ചേറ്റ, ഇനി പറയില്ല, മാറ്റി പറയാം, ഈ നമ്മുടെ നാട്ടിലെ മാന്യനും സർവോപരി കള്ളനുമായ ഇയാള് നമ്മുടെ നാട്ടിലെ ബഹുമാനായ ശ്രീ മീമുള്ളു വാസു നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പറഞ്ഞോ, എനിക്ക് വലിയ പരിചയമില്ലത്, ധൈര്യമായിട്ട് പറഞ്ഞു. പ്രിയമുള്ള ചെറ്റകളെ, നാട്ടുകാരന് വേറെ നാട്ടുകാര്, പ്രിയമുള്ള തെണ്ടികളെ, പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയമുള്ളവർ, അവൻ പറഞ്ഞവരെ, ഞാൻ ഇന്റർനെറ്റിൽ ഗൂഗിൾ ചെന്നപ്പോൾ, ഗൂഗിളല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സകലവിധ കള്ളന്മാരുടെയും സെക്ഷൻ സെർച്ച് ചെയ്ത സമയത്ത് മോഷ്ടിക്കാത്ത ഒരാളുടെ കഥാപ്രസംഗത്തെ കുറിച്ച് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ കാതികനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കിടന്നിട്ട് ഏതെങ്കിലും ചെറ്റകൾ അലമ്പുണ്ടാക്കിയ കൊന്നുകളയും നിന്നെയും, മനസ്സിലായില്ലേ? അപ്പോ ഞാൻ കൊണ്ടുവന്ന കാതികൻ അയാളെ ക്ഷണിക്കാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം ഉണ്ട്, എനിക്കൊരു റേഞ്ച് കിട്ടുന്നില്ല. ഹലോ 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 ഹലോ, ശിവനാണോ? ശിവനാണ്. പിന്നെ മറ്റേത് കിട്ടിയോ? എന്റെ പൊന്നോ, ഞാൻ എന്താന്നറിയാ ലേറ്റായത്. ഞാനേ ക്യൂവിലായിരുന്നു. ഭയങ്കര തിരക്കല്ലേ, ഇന്ന് 31-ാം തീയതി അല്ലേ? എന്തായാലും സംഭവം എനിക്ക് വിറച്ചിട്ട് പാടില്ല, പെട്ടെന്ന് വാ. ഞാൻ വന്നു കഴിഞ്ഞല്ലേ. നമ്മളെ ബ്രാൻഡ് തന്നെയല്ലേ? സെയിം ബ്രാൻഡ് തന്നെ, അണ്ണന്റെ സ്ഥിരം ബ്രാൻഡ്. കൊണ്ടുവാ. അണ്ണ എവിടെ വെക്കുന്നത്? ഞാനിത് എവിടെ? ഇതടാ ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന് പറ. എങ്ങോട്ട്? എവിടെ? റൈറ്റ് സൈഡ് നോക്കടാ. റൈറ്റോ? ഇങ്ങോട്ട് നോക്കടാ ചേട്ടേ. കിട്ടിയാ? പിന്നെ കിട്ടി. എന്തൊരു ക്യൂ ആയിരുന്നു അറിയോ? നമ്മുടെ സാധനം തന്നെയല്ലേ? പിന്നെ പിന്നെ നമ്മുടെ സാധനം തന്നെയല്ലേ? നമ്മുടെ ബ്രാൻഡ് തന്നെ. അത് തന്നെയാണ്. ഏത് പറഞ്ഞ മേടിച്ചേ? വെക്കല്ലേ, ഒരു കാര്യം കൂടെ പറയണ്ട്. പിന്നെ അല്ല കട്ടിയടാ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇന്ന് വൈകിട്ട് എനിക്ക് ഒരിടത്ത് വരെ പോകാണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യല്ലോ. ഒരു കാര്യം കൂടെ പറയണ്ടത്, അതായത് ഇത് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് വീട് വരെ പോകണം. പോയിട്ട് ഞാൻ വരട്ടെ. സൂക്ഷിച്ച്. അണ്ണന്റെ സ്ഥിരം ബ്രാൻഡ് തന്നെയാണ്, നമ്മുടെ ബ്രാൻഡ് തന്നെ. കൂൾ ബാറിൽ ലാസ്റ്റ് ഇടുവായിരുന്നു. ഇത് കൂൾ ബാറൊന്നുമില്ല, നമ്മൾ പറഞ്ഞ ബാറ് നിൽക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ കഥാപ്രസംഗം ഇവിടെ നമ്മുടെ ഇന്നത്തെ സ്പോൺസറാണ് മീമുള്ളു വാസു. തള്ളില്ല, വിളിക്കട്ടെ. നമ്മുടെ കാതികൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സംഘത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബുക്ക് ചെയ്ത് ഞാനാണ്, വനം കിടത്തരുത്. ഒരു പ്രിയമുള്ള കലാപ്രേമികളെ, കലയെയും കലാകാരന്മാരെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും നൂതനമായ കഥയാണ്. മോഷ്ടിക്കാത്ത കഥയാണ്. ചീരനും ചീരുവും പിന്നെ ഞാനും. ഈ ഒട്ടനവധി കഥകൾ മോഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മോഷ്ടിക്കാത്ത ഒരു കഥയുമായി ഞാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്, അല്ലേ? അപ്പൊ തുടങ്ങാം. കലയുടെ പേരിൽ മോഷണം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ വരികൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. കലയുടെ പേരിൽ
ഞാൻ സ്വന്തമായി എഴുതിയ കഥകൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. മോഷണമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിൽ എഴുതി ഞാൻ. ഈ കഥ അങ്ങനെ കിട്ടിയതാ, സത്യം ഞാൻ തന്നെ എഴുതിയതാ. കട്ടിട്ടില്ലല്ലോ. സത്യം ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കഥയാണ്. ഓക്കെ. എന്റെ കഥ തുടങ്ങുന്നതിന് രണ്ട് കാര്യം നിങ്ങളോട് പറയണ്ട. കഥ ഒരു മിനിറ്റ് ഒന്ന് കൂടെ. അനുഗ്രഹമൊക്കെ മേടിക്കാം. കലയുടെ പേരിൽ മോശനം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ വരികൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. കലയുടെ പേരിൽ മോഷണം നടത്തുന്ന കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ കഥകൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. മോശനമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിൽ എഴുതിയതാ. ഈ കഥ അങ്ങനെ കിട്ടിയതാ, സത്യം ഞാൻ തന്നെ എഴുതിയതാ. കലയുടെ പേരിൽ മോഷണം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ വരികൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. എന്റെ കഥ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് വാക്ക്. അത് നിങ്ങളോട് രണ്ടുപേരോടാണ്. മുഖത്തേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ കഥ പറയാൻ പറ്റില്ല. മുഖത്തേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുരേൻ ഗിരീഷാ? സുധീറ നമ്മളെ മാറ്റില്ല അവിടെ. ഇറക്കി വിടണ അവിടെ. കഴിഞ്ഞ സ്റ്റേജിലാണ് മുഖത്തെ ടോർച്ച് പുറത്താക്കാൻ. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അവിടെ ഒരു ലാൻസ് ക്രൂയിസർ കാർ ഒരു സൈക്കിളുമായിട്ട് ഇടിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും പ്രശ്നം ഉണ്ടാക്കരുത്. അത് അറിഞ്ഞുകൊണ്ട് ഇടിച്ചതല്ല, അറിയാതെ ഇടിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ആരാധകർ ദയവ് ചെയ്ത് എൻ്റെ സൈക്കിൾ അവിടെ നിന്ന് മാറ്റി വെക്കണം. ഞാൻ വന്ന വാഹനമാണ്. ദയവ് ചെയ്ത് എൻ്റെ സൈക്കിൾ അവിടെ നിന്ന് മാറ്റി വെക്കണം. ഞാൻ അറേഞ്ച് ചെയ്യാം. സൈക്കിൾ സുധീറ ആ സൈക്കിൾ എടുത്ത് സ്റ്റേജിൽ പുറകെ കൊണ്ടുവിടും. ഇനി കഥയിലെ പശ്ചാത്തലങ്ങൾ. എന്റെ കഥയിലെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറ്റക്കുടിൽ, അതുപോലെ തന്നെ ഒരു തോട്, അതുപോലെ തന്നെ ഒരു ചായക്കട, ഇതെല്ലാമുള്ള ഒരു ഗ്രാമം. പിന്നെ ഒന്ന് എന്റെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാണ്. ഞാനല്ലേ വലിയ ആളാണ്. അയ്യേ ഷോക്സ് ബൈക്കല്ലേ. അപ്പൊ കഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്റെ കഥയിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്റെ കഥാനായകന് രണ്ട് കാണികൾ കാണില്ല എന്നുള്ളത് ആ ചെറിയ കുറവൊഴിച്ചാൽ അവൻ സുന്ദരനാണ്, സുശീലനാണ്, സൽസ്വഭാവിയാണ്. അവൻ ആൽമര ചൂട്ടിലിരുന്ന് പാടിയ കാശ് കിട്ടിയിട്ട് വേണം അവന് വീട്ടിൽ വല്ലതും മേടിച്ചു കൊടുക്കാൻ, അമ്മയെയും അച്ഛനെയും പോറ്റാൻ. അവൻ ആൽമര ചൂട്ടിലിരുന്ന് രാവിലെ തന്നെ പാടുകയാണ്. ആലില കണ്ണാനിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ ഒരു പാട്ടുണരുന്നു, ആയിരം കനവുണരുന്നു. ആലില കണ്ണായൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ ഒരു പാട്ടുണരുന്നു, ആയിരം കനവുണരുന്നു. ഇരുളിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടുന്നു, ആലിലക്കണ്ണാ നടമാടുന്നു, ആലിലക്കണ്ണാ. ആലിലക്കണ്ണാ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ അപ്പോഴും കൊട്ടുക. ഇത് വാസന്തി ലക്ഷ്മിയിലെ പാട്ടാണോ കള്ള? മോശനമല്ലിത് പൊക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിൽ എഴുതി ഞാൻ. ആ കഥ ഇങ്ങനെ കിട്ടിയതാ. ഈ അന്ധനായ കലാകാരന് കണ്ണില്ലല്ലോ. ഇവൻ ആകെ കൂടെ ആകെ രണ്ട് പെങ്ങളുള്ളൂ. ഈ പെങ്ങളുടെ പേരാണ് ഒന്ന് ചിരു, മറ്റൊന്ന് ചിരിത. ഇവർ രണ്ടുപേർക്ക് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ സംസാരിക്കാൻ പറ്റാത്ത കുട്ടി
അങ്ങനെ ഈ കലാഭവൻ മണി എന്ന് പറയുന്ന ഈ ചീരൻ എന്ന് പറയുന്ന ആ നായകനോട് അവിടെയുള്ള സായികുമാർ എന്ന് പറയുന്ന ആ ബെൻസ് പപ്പൻ എന്ന് പറയുന്ന വില്ലൻ ആണല്ലോ. അതെ, മോശനമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ സമയം പേപ്പറിൽ എഴുതിയതാ. ഈ സായികുമാർ എന്ന് പറയുന്നവൻ പറയുകയാണ്, മോളെ സഹോദരി, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ സഹോദരന് കണ്ണ് കാണണമെങ്കിൽ ഞാൻ അവന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തി തരാം. നീ ഒരു കാര്യം ചെയ്യൂ, ഈ ചെണ്ടയെ നോക്കി ഒരു പാട്ട് പാടാൻ. ചെണ്ടയെ നോക്കിയിട്ട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അവൻ ആ ചെണ്ടയെ നോക്കി പാടുകയാണ്. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി കാട്ടിലെ മാനിന്റെ തോൽ അതല്ല ഒറിജിനൽ മാരാരു പണ്ടൊരു ചെണ്ട പെട്ടെന്ന് അവിടുന്ന് പാടുകയാണ്. അവൻ പാടുകയാണ്, കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട. കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട പറയാഞ്ഞാ മതി, പറയാഞ്ഞാ മതി, വെറുതെ കാണിച്ചാ മതി, ചെവിയിൽ കാണിച്ചാ മതി. അവൻ പാടുകയാണ്, കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട. കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട ചെണ്ട. കോലോണ്ടു തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട ചെണ്ട. മഞ്ചാരി പാതിയും പാടുന്ന ചെണ്ട, തോളത്ത് തൂങ്ങണ ചെണ്ട. ഗോട്ടിനായലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. പഞ്ചാരി പാടിയും പാടുന്ന ചെണ്ട, തോളത്ത് തൂങ്ങുന്ന ചെണ്ട. ഗോട്ടിനായലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട ചെണ്ട. ഒന്നരി പാടുന്ന മോസന്ത് ലക്ഷ്മി അല്ലേ ഇത്? മോഷണമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയതാ. കഥ തോന്നിയ സമയം പെനയെടുത്തു പേപ്പറിൽ എഴുതി ഞാൻ. ഈ കഥ എങ്ങനെ കിട്ടിയതാ? അങ്ങനെ ബെൻസ് പപ്പൻ എന്ന് പറയുന്ന വില്ലൻ ആ പെണ്ണിന്റെ സഹോദരന് കണ്ണ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞ ആ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അത് ഭീകരമായി ബലാത്സംഗം ചെയ്തു. ഫീലിംഗ് മ്യൂസിക്കിന്റെ സംഭവം ആരോ കാണിച്ചല്ലോ അവിടെ. കരണ്ട, പറഞ്ഞു ബലാത്സംഗം ചെയ്ത് കൊന്നു. ഈ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ ഇതറിഞ്ഞു ആ പെണ്ണ് വീട്ടിലെത്തിയല്ലോ. വീട്ടിലെത്തിയപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ വില്ലൻ വീട്ടിലേക്ക് കയറി വരികയാണ്. വില്ലൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിവിടെ കഥ പറയല്ലേ? ഇല്ലില്ല. വില്ലൻ ഇവിടെ പറഞ്ഞോളൂ. അതിനു മുന്നേ ഒരു പാട്ടുണ്ട്. ചാന്തി പൊട്ടും ചങ്കലസും പെണ്ണെ നിന്നെ കാണാൻ തിത്തി താരാതെയ്തോ. ചാന്തി പൊട്ടും ചങ്കലസും മേത്തിക്ക് വെള്ളം തെറിപ്പിക്കല്ലേ, വെള്ളം അങ്ങോട്ട് തെറിപ്പിക്കല്ലേ. ചാന്തി പൊട്ടും ചങ്കലസും ആ വെള്ളമല്ല, തുപ്പലം തെറിപ്പിക്കല്ലേ ഇത്. ആശാനെ അങ്ങനെ അവസാനം മോളെ വാസന്തിയെ നിന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിടുന്ന് പറഞ്ഞ ആശാനെ എന്ത് വർത്തമാനം മോളെ ചീരു നിന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിരുന്ന് പറഞ്ഞിട്ടല്ലോ. ഇത് കലാപമണിയാണ്, അല്ല ഇത് ചീരനാണ്. പിന്നെന്തേന് ചീരനാണ്. വാസന്തിയെ
എന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിരുന്ന് പറഞ്ഞേട്ടല്ലോ. വീട്ടില്ല ഞാൻ. അല്ല തോമസ് സാറ് ആക്ഷൻ. ചാന്തിപൊട്ടും ചങ്കലസും പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകും. വെള്ളം തെറിപ്പിക്കല്ലേ, വെള്ളം തെറിപ്പിക്കല്ലേന്ന്. ആശാനെ വെള്ളം തെറിപ്പിക്കരുത്. ഇപ്പോൾ ചാന്തിപൊട്ടും ചങ്കലസും ആ വെള്ളമല്ല, തുപ്പലം തെറിപ്പിക്കല്ലേന്ന്. അയ്യോ ആശാന് തുപ്പല് തെറിപ്പിക്കില്ല ഇവിടെ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി കഥയിലെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ്. അവൾ ബലാത്സംഗം. എടാ ഇവിടെ ശ്രദ്ധിക്കുക, കഥ പറയും ക്ലൈമാക്സ് ആണ്. ബലാത്സംഗം ചെയ്തല്ലോ. ഈ ബലാത്സംഗം ചെയ്ത സമയത്ത് അവൾ വീട്ടിൽ വന്നു. ആ പാപം കലാപം മണിയുടെ സഹോദരി, ചീരന്റെ സഹോദരി അപ്പുവിന്റെ സഹോദരി വീട്ടിൽ വന്നു. ആരാ ആ മറ്റേ സിനിമയിൽ ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു? കാവേരിയ. അല്ല കാവേരി അല്ലേടോ. കിരുത വീട്ടിൽ വന്നു, ആത്മഹത്യ ചെയ്തു, ആറ്റിൽ ചാടി. ദുഃഖത്തിന്റെ ഒരു പീസ് വായിച്ച, ദുഃഖത്തിന്റെ പീസ്. സ്വന്തം സഹോദരന് കണ്ണില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ പീഡനം സഹിക്കേണ്ടി വന്നതെന്ന് ആലോചിച്ചവൾ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ വിവരം പറഞ്ഞ് ടൗണിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കലാഭവൻ മണി അപ്പു വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ അത കിടക്കുന്നു സ്വന്തം സഹോദരി വാസന്തി. അല്ല ഇല്ല, സ്വന്തം സഹോദരി ചീരു വന്നു. ചീരുവിനൊക്കെ നോക്കിക്കൊണ്ട് കലാഭവൻ പറയുകയാണ്. അല്ല അപ്പു പറയുകയാണ് മോളെ വാസന്തിയെ, അല്ല മോളെ ചീരോ, നിന്റെ കലാഭവമണിയാണ്. അതിന്റെ കൊച്ചേട്ടൻ വന്നിരിക്കുന്നു, അപ്പു വന്നിരിക്കുന്നു. കത്തി അപ്പു വന്നിരിക്കുന്നു. നിന്റെ കണ്ണുകളൊക്കെ മീൻ കൊത്തിരുന്ന് പറഞ്ഞിട്ടല്ലോ. തോമസ് സാറ് വന്നോ? ബെൻസ് പപ്പൻ വന്നോ? സായികുമാറേ, ബെൻസ് പപ്പ, എന്റെ പെങ്ങളെ ഡോക്ടർമാരെ കീറി മുറിക്കാണ്ട് ശിക്ഷന് സായികുമാറിനെ ദൈവം രക്ഷിക്കും. അല്ല, ബെൻസ് പപ്പനെ ദൈവം രക്ഷിക്കൂ. വീടില്ല, ഞാൻ എന്റെ പെങ്ങളെ കീറി മുറിക്കാൻ രക്ഷിച്ചത്. വീടില്ല, ഞാനും ഇതൊന്നും ഈ രംഗത്തിൽ ഇല്ലാത്തതാണല്ലോ. ഇതുപോലത്തെ കഥയായിട്ടും കൊണ്ട് വരുമോ ഇനി? അയ്യോ, ഇച്ചിരി വെള്ളം കൊടുഞ്ഞേ. അവൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോട്ടെ. വെള്ളം പറഞ്ഞോട്ടെ. സ്ഥിരാണല്ലേ പറയണ്ടേ? പറഞ്ഞെന്തെങ്കിലും അവസാനമായിട്ട്. ആരൊക്കെയാണ്? മനസ്സിലല്ലേ ഞാൻ ആശാന്റെ ശിഷ്യൻ ജൂനിയർ കാർത്തികൻ, മനസ്സിലായില്ലേ? നിന്നെ വെറുതെ വിടില്ല. പറയാനുള്ളത് പറഞ്ഞോ. കയ്യിലെന്താ കത്തി? നിങ്ങൾ എവിടെ നിന്ന് തന്നെ ഓർമ്മയില്ല? അയ്യോ, അങ്ങനെ കല അല്ല, വേണ്ട കഥ മോഷ്ടിക്കാത്ത കഥയുണ്ട്. ഇത് സമയം പല സിനിമ എന്റെ കഥ കഴിഞ്ഞു പറഞ്ഞു. എന്നിട്ട് അടുത്ത വർഷത്തെ കഥ പറഞ്ഞിട്ട് അടുത്ത വർഷം മുതൽ അങ്ങനെ പറയാം. അത് കഴിഞ്ഞു. ആക്ഷൻ. പിടിച്ചെണീപ്പിച്ചോലെ കുത്തി കൊല്ലു ഞാൻ. പോടാ എവിടെ ചെന്നാലും ഇത് തന്നെയല്ല ഗതി. പൊക്കി മനുഷ്യൻ ആശാനെ എന്ത് പണിയാ ആശാൻ കാണിച്ചത്? ഇന്നെങ്കിലും മര്യാദ കഥ പറഞ്ഞല്ലേ? ഇത് മോഷ്ടിച്ചല്ല, ജീവൻ വേണ ചെറുതായിട്ട്. അപ്പൊ പറയേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്റെ കഥ ചില അറിയപ്പെടാത്ത സിനിമകളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നാണ് ഇവർ കരുതുന്നത്, ഇവർ പറയുന്നത്, ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
അടുത്ത വർഷം മുതൽ ഞാൻ അടുത്ത വർഷം നീ ഏത് കഥ പറയാൻ പോണത്? അടുത്ത വർഷം മുതൽ ഞാൻ മോഷ്ടിക്കാതെ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സൂപ്പർ കഥയാണ് മീശ മാധവൻ. അടുത്ത വർഷം അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നാട്ടിൽ അടുത്ത വർഷം എന്നിട്ട് എങ്ങോട്ട് തീരണം? എവിടെ ചെന്നാലും ഇതന്നെയാണ് ഗതി. എന്ത് പണിയാ കാണിക്കാൻ? ഇന്നെങ്കിലും മര്യാദയ്ക്ക് കഥ പറയാൻ പറഞ്ഞല്ലേ. ആരൊക്കെയാണിത്? ഒക്കെ മറന്നാ? ഞാൻ ആശാന്റെ ശിഷ്യൻ ഇവിടെ കഥ പറയാൻ വന്നാണ്. മനസ്സിലായോ? ഈ കഥാപ്രസംഗം സ്പോൺസർ ചെയ്ത ആളാണ്. നീ മുള്ളു വാസു. നമസ്കാരം. നിങ്ങളാ? അപ്പൊ എന്നെ മറന്നുപോയാ? ഞാൻ ആശാന്റെ ശിഷ്യനാണ്. പറയാനുള്ളത് പറഞ്ഞു. പ്രിയമുള്ള കലാപ്രേമികളെ, ഇവർ ഉദ്ദേശിക്കുന്നത് എന്റെ കഥയിൽ ചില കോപ്പിയടികൾ ഉണ്ടെന്നാണ്. പാവം പിള്ളേർ, അല്ല പാവം റൗഡി. പക്ഷേ ഞാൻ ഇതിൽ അത് വല്ല സാദൃശ്യവും ഉണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം മുതൽ ഞാൻ അവതരിപ്പിക്കുന്ന മോഷ്ടിക്കാത്ത കഥയാണ് ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ എന്ത് പറഞ്ഞാലും മീശ പിരിച്ചു കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന അതിനൂതനമായ ഒരു ചെറുപ്പക്കാരൻ കള്ളന്റെ കഥ. ആ കഥയുടെ പേരെന്താണ്? കള്ളൻ മീശ പിരിച്ചാൽ അപ്പ മോഷ്ടിക്കും. കഥയുടെ പേരെന്താണ്? പേര് പറഞ്ഞാൽ തന്നെ കിടുങ്ങും. സൂപ്പറാണ്. പേര് പറയ്. ദോശ മാധവൻ.